ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ നാടകത്തിന്റെ സംവിധാനം അതായത് അടി മുതലാളി മുതലാളി രംഗത്ത് മുതലാളി നീ എന്നെ ചുമന്നെടുക്കും കല്ല് വിടാൻ ഡയലോഗ് ഓർമ്മയില്ല ഒന്നും തെറ്റിക്കരുതാ ചിരിക്കുന്നു അട്ടഹസിക്കുന്നു അട്ട 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 രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. 3 വട്ടം രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം, രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം, രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. മുതലാളിയുടെ മുഖത്ത് പൂച്ച 5 വർഷമായി ഞാൻ ഇവിടെ ജോലി നോക്കുന്നു. ഇപ്പോൾ ഞാൻ 6 മാസം ഗർഭിണിയാണ്. എന്റെ വയറ്റിൽ വളർന്ന രാജമോൻ എപ്പോഴും എന്നോട് ചോദിക്കും എന്റെ അച്ഛൻ ആരാണെന്ന്. അപ്പോൾ ഞാൻ പറയും നീ മാറി നിൽക്കുന്ന മുതലാളിയാണെന്ന്. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ് എടാ ഒന്ന് ആവേശത്തിൽ ആക്ഷേപിക്കാൻ നോക്കുന്നു. അങ്ങനെ നിലാവുള്ള രാത്രിയിൽ മാവിൻ ചുവട്ടിൽ നിന്നെ നോക്കി ഞാൻ കാത്തിരുന്നപ്പോൾ തലയിൽ മുല്ലപ്പൂവും ചെന്നെ കാണാൻ ഓടി വന്ന നരിയിലേക്ക് ഓടിയാണെന്ന് മന്ദസ്മിതമേ നിന്നെ വാരിപ്പുണരുവാനായി എന്റെ കൈകൾ കൊതിക്കുകയാണ്. എല്ലാവരും നോക്കുന്നുണ്ടോ? ഞാനാണോ എല്ലാം എന്റെ ശബ്ദം എത്തുന്നത് മുതലാളി വെളികേൾക്കുന്നു. ഓ ആൽഫ്രഡ് വിൽഫ്രഡ് ഡിസൂസ. ആൽഫ്രഡ് വിൽഫ്രഡ് ഡിസൂസ. പറയുന്നത് പറഞ്ഞല്ലേ? ഗോപി. ഓ ഗോപി. ഓ ഗോപി അല്ല, പിരിക്കി ഗോപി. അതിന്റെ ഉദ്ദേശം 3 വർഷങ്ങൾക്ക് മുമ്പോട്ട് ജോലിക്ക് നിന്നിരുന്ന എന്റെ മകളെ 6 മാസം ഗർഭിണിയാക്കിയ ദുഷ്ട, നിന്നോട് ഞാൻ പകരം ചോദിക്കും. എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് അട്ടളത്തിക്കുന്നോടാ ദുഷ്ട. നിന്ന് അട്ടളമൊത്ത് ദുഷ്ട. അട്ടളത്തിക്കുന്നോടാ ദുഷ്ട. നിന്ന് ആ പറഞ്ഞത് വസിക്കുന്നോടാ ദുഷ്ട. ചാടി വീഴുന്നു. ചാടി വീഴുന്നു. ചാടുന്നു. ചാടുന്നു. വീഴുന്നു. കുത്തിപ്പിടിക്കുന്നു. ഞാൻ തോക്കില്ല, ഇവൻ തോക്കട്ടെ. നാടകം പൊളിക്കും. ഞാൻ കൊണ്ടുതരാം. ആൾക്കാർ കാണാതെ ഞാൻ കൊണ്ട് തന്നോളാം. ആൾക്കാർ കാണാതെ തോക്കി ഞാൻ കൊണ്ട് തന്നോളാം. ആൾക്കാർ കാണാതെ തോക്കി ഞാൻ കൊണ്ട് തന്നോളാം. വെടിവെക്കുന്നു. മരിച്ചു വീഴുന്നു.
മുതലാളി 3 വർഷം കൂടെ ജോലിക്ക് നിന്ന് എന്റെ പൊന്നുമകളെ ഗർഭിണിയാക്കിയത് പോരാഞ്ഞിട്ട് അത് ചോദിക്കാൻ വന്ന എന്റെ പൊന്നച്ഛനെ വെടിവെച്ച് വന്ന ദുഷ്ട നീ നശിച്ചു പോകും. നിന്റെ വെടിയുണ്ടേറ്റ് ഇവിടെ മരിച്ചു കിടക്കുന്ന എന്റെ പൊന്നച്ഛനെ കുടുംബകടിയെ സഹിക്കാൻ വയ്യാതെ ഇവിടെ നിന്ന് മാറി അവിടെ മരിച്ചു കിടക്കുന്ന എന്റെ പൊന്നച്ഛനെ കൊന്ന ദുഷ്ട നീ നശിച്ചു പോകും. പെങ്ങളെ സൗവർണികേ, പെങ്ങളെ സൗവർണികേ, പെങ്ങളെ സൗവർണികേ, നിന്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു നീ ഒരു ഗർഭിണിയായി കാണാൻ, കുടുംബിനിയായി കാണാൻ. പറയൂ പോലെ ഇതെങ്ങനെ സംഭവിച്ചു? ഒരു തണുത്തു മരവിച്ച കറുത്ത രാത്രിയിൽ മുതലാളിയുടെ വീട്ടിൽ ഞാൻ TV കാണാൻ പോയി. ഏഷ്യാനെറ്റിലും കൈരളിയിലും സൂര്യയിലും കോമഡി ഷോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നാണ് മുതലാളി ഫാഷൻ ചാനലിൽ അരുതെന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു. മുതലാളി കേട്ടില്ല. എന്നെ നിർബന്ധിച്ച് ഫാഷൻ ചാനലിൽ കാണിച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ചേട്ടാ. ഇതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ തെറ്റിയത് ഈ മുതലാളിയല്ല, ഞാൻ പറഞ്ഞില്ല. എന്റെ പൊന്നു പെങ്ങളുമല്ല. ഇവിടെ തെറ്റിയത് ആ ചാനലുകാരാണ്. അതുകൊണ്ട് എനിക്ക് ഈ സമൂഹത്തോട് ഒന്നേ പറയാനുള്ളൂ, ഇനി മേലാൽ നിങ്ങളുടെ വീട്ടിലുള്ള പ്രായപൂർത്തിയായ പെൺകുട്ടികളെ അടുത്ത വീട്ടിൽ TV കാണാൻ പറഞ്ഞയച്ചാൽ നിങ്ങൾക്കും ഇത് സംഭവിക്കും. സത്യത്തിൽ ഇതാണ് അല്ലെങ്കിൽ ഇതാണ് ഗർഭപാത്രം?